എന്താണ് അർഗള സ്തോത്രം? ദേവി മഹാത്മ്യത്തിൽ, അതായത് ഹിന്ദു സനാതനധർമ്മത്തിലെ ഏറ്റവും വിശിഷ്ടമായ ദേവീസ്തുതികളിൽ ഒന്നാണ് ദേവി മഹാത്മ്യം. ദുർഗ സപ്തശതി എന്നും ഇത് പറയപ്പെടുന്നുണ്ട്. ഇത് മാർക്കണ്ഡേയ പുരാണത്തിലെ ഭാഗമാണ്. ഇവിടെ മഹാദേവി ദുർഗ മഹിഷാസുരനെ, ശുംഭനിശുംഭരെ, ചണ്ഡമുണ്ഡരെ ഇങ്ങനെയുള്ള അസുര ശക്തികളെ സംഹരിക്കുന്ന കഥകളും മഹിമയുമാണ് ഇതിൽ വിവരിക്കപ്പെടുന്നത്. ഈ മഹാത്മ്യത്തിൻ്റെ പാരായണക്രമത്തിൽ ഭക്തർ അർഗള സ്തോത്രം പാരായണം ചെയ്യുന്നുണ്ട്. അർഗള എന്ന പദം തന്നെ തടസ്സം നീക്കുന്ന ഒരു കീ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തടസ്സം മാറ്റി നല്ലതിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ്. അതായത് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും, ദാരിദ്ര്യം, രോഗം, ശത്രുദോഷം, വിഷാദം, ദുരന്തം ഇങ്ങനെയുള്ളവയെല്ലാം നീക്കി സൗഭാഗ്യം, ഐശ്വര്യം, വിജയം, ധൈര്യം, ആത്മശാന്തി ഇവ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ? വിജയത്തിൻ്റെ കവചമാണ്. അതായത് ഭക്തനെ എല്ലാത്തരം ശത്രുക്കളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മാനസിക ശാരീരിക ദൗർബല്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. കൂടാതെയോ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടമാണ്. ധനവും കുടുംബസൗഖ്യവും മാന്യതയും വർദ്ധിപ്പിക്കുന്ന ശക്തി നൽകുന്നു. സൗഭാഗ്യ സംരക്ഷണം നൽകുന്നു. വിവാഹിതയായ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ദീർഘായുസ്, കുടുംബത്തിൽ മംഗളങ്ങൾ, സന്തതി സൗഭാഗ്യം ഇവ ഉറപ്പാക്കി കൊടുക്കുകയാണ് അർഗള സ്തോത്രം. ദാരിദ്ര്യം, രോഗങ്ങൾ, ദുഃഖം, ശത്രുഭയം എന്നിവയെല്ലാം നീക്കം ചെയ്യുന്നു. ഭക്തിയും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു. അതായത് ആത്മവിശ്വാസം, മാനസിക ശക്തി, ഭക്തി, ആത്മസംതൃപ്തി എന്നിവ നേടാൻ അർഗള സ്തോത്ര പാരായണം നമ്മെ സഹായിക്കും. അതിനാൽ തന്നെ ദേവിയുടെ അനുഗ്രഹം നിത്യജീവിതത്തിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിവിശിഷ്ടമായ ഒരു മന്ത്രസമാഹാരമാണ് ഈ അർഗള സ്തോത്രം. വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷയാകുന്ന അമ്മയെ പ്രണമിച്ചുകൊണ്ടാണ് അർഗള സ്തോത്രം തുടങ്ങുന്നത്. ദേവാസുരന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും സിദ്ധരും ഗന്ധർവരുമായും സേവിതയായ ദേവി, നീ ഈ ലോകത്തിൻ്റെ മാതാവാണ്. ജയം എപ്പോഴും നിനക്കുണ്ടാകട്ടെ. ഇങ്ങനെ ആദ്യത്തെ ശ്ലോകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ദേവിയുടെ മഹിമയെ വീണ്ടും സ്തുതിക്കുന്നുണ്ട്. ദോഷങ്ങളും ദുരിതങ്ങളും ഉയർന്നു വരുന്നിടത്ത് അമ്മയായ ദേവി സന്നിഹിതയായി അവയെല്ലാം നീക്കുന്നു. വീണ്ടും ദേവിയുടെ രൂപങ്ങളെ സ്തുതിക്കുന്നുണ്ട്. ശ്ലോകം 6 വരുമ്പോൾ ലോകത്തെ രക്ഷിക്കുന്ന ദേവിയെ, ശാന്ത സ്വഭാവിനിയായ ദുർഗയെ, പരമേശ്വരിയുടെ ഭാഗമായ ദേവിയെ, കാളി, കപാലിനി, ക്ഷമാപൂർണയായ കരുണാമയിയായ അമ്മേ, നിനക്ക് എൻ്റെ നമസ്കാരം. അമ്മേ, മനോഹരമായ രൂപം തരിക, വിജയം തരിക, യശസ്സും തരിക, വൈരികളെ ഇല്ലാതാക്കുക. ഈ വരികൾ എല്ലാ ശ്ലോകങ്ങളിലും ആവർത്തിച്ചു വരുന്നുണ്ട്. അതായത് ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനം രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിഷോ ജഹി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് അമ്മേ, മനോഹരമായ രൂപം തരിക, വിജയം തരിക, യശസ്സും തരിക, വൈരികളെ ഇല്ലാതാക്കുക. ഇത് ആവർത്തിച്ചു വരുന്നുണ്ട്. വിന്ധ്യപർവ്വതത്തിൽ ജനിച്ച് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരി ഭക്തർക്ക് അഭയം നൽകുവാൻ അർഗള സ്തോത്രം പ്രതിപാദിക്കപ്പെടുന്നു എന്ന് ശ്ലോകത്തിൽ ഭാവാർത്ഥമായി പറയുന്നു. എൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കുക അമ്മേ, ധനം ധാന്യം തരിക, രൂപം ജയം യശസ് തരിക, ശത്രുക്കളെ ഇല്ലാതാക്കുക. എനിക്ക് പുത്രന്മാരെയും ധനവും എല്ലാ കാമ്യങ്ങളും തരിക അമ്മേ, ജയവും യശസ്സും തരിക, വൈരികളെ നീക്കുക. ഈ ജയവും യശസ്സും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വരികളിലും ആവർത്തിച്ചു വരുന്നുണ്ട്. ശത്രു സമൂഹം നിറഞ്ഞ ഭയാനക യുദ്ധമേഖലയിൽ പോലും നീ ലോകമാതാവായ അമ്മയാണ്. നീ ജയമാണ്. എനിക്കും ഉറച്ച വിജയം നീ തരിക. അമ്മയുടെ മഹിമയെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും ഈ സ്തോത്രം ജപിച്ചാൽ യുദ്ധത്തിൽ ജയവും എല്ലാ കാമ്യസിദ്ധിയും ലഭ്യമാകും. ജ്ഞാനം തരിക, യശസ് തരിക, ജയം തരിക, വൈരികളെ ഇല്ലാതാക്കുക. ഇങ്ങനെ ദേവിയെ ഓരോ പ്രാവശ്യവും ആവർത്തിച്ച് സ്തുതിക്കുകയാണ്. എല്ലാ സമ്പത്തും, എല്ലാ ജ്ഞാനവും, എല്ലാ വിജയങ്ങളും, എല്ലാ യശസ്സും വൈരികളെ നിശേഷമില്ലാതാക്കി നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് നാം ദേവിയെ സ്തുതിക്കുന്നത്. ഈ അർഗള സ്തോത്രം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വരപ്രസാദം എന്ന് പറയുന്നത് ഈ ജയമാണ്, ഈ യശസ്സാണ്. ദേവി നമുക്കായി തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് അർഗള സ്തോത്രം.
എല്ലാ ദിവസവും ജപിക്കുന്നത് നമുക്ക് യശസ്സും കീർത്തിയും ധനവും എല്ലാം ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് എല്ലാവരും ഇത് ജപിക്കുവാൻ ശ്രമിക്കുക. ഓം ശ്രീദേവിയേ നമഃ.